ഹായ് എവരി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് റമദാൻ ഡേ 2 ആണ്. ഇന്ന് സ്പെഷ്യലായിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് കായ്പോളയും അതേപോലെ ഇറച്ചിപ്പോളയും ആണ്. നോമ്പ് കാലത്ത് എല്ലാത്തിനും ഒരു പ്രത്യേക തിരക്കായിരിക്കും കേട്ടോ. എങ്ങനെ പോയാലും ബാങ്ക് കൊടുക്കുന്ന കുറച്ച് മുന്നെയാണ് ഭക്ഷണമൊക്കെ റെഡിയാവുള്ളൂ. അപ്പോൾ വൈകുന്നേരം 4:30-ക്ക് ശേഷമാണ് ഞാൻ ഈ പണിക്കൊക്കെ നിന്നിട്ടുള്ളത്. പക്ഷെ ഇടപെടേ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായ്പോളയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ കായ് വാട്ടിയെടുത്തത് നേന്ത്രപ്പഴം വാട്ടിയെടുത്തതിന് ശേഷം മുട്ട ബീറ്റ് ചെയ്ത് അതിലേക്ക് അത് മിക്സ് ചെയ്തിട്ടാണ് ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മുട്ട ബീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളത് വേവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പണിയിലേക്ക് പോകാം നമുക്ക്. ഇനി നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഏത് ഡിഷാണെന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചിപ്പോളയാണ്. ഇതും തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്ന് പകലൊക്കെ ഒരുപാട് തിരക്കായിരുന്നു. വൈകുന്നേരം വരെ കുറച്ച് ബിസി ആയിരുന്നു. പുറത്തൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് 2 തരം കടി ഉണ്ടാക്കുക. പോളയാണ് മനസ്സിൽ വന്നത്. ഇറച്ചിപ്പോള എനിക്കറിയില്ല, പക്ഷേങ്കിൽ നമ്മളങ്ങനെ ഉണ്ടാക്കൽ തന്നെയാണ്. എൻ്റേതായ രീതിക്ക് റെസിപ്പി ആണിത്. സാധാരണ നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ട് ഉള്ളി, പച്ചമുളക്, അതേപോലെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഒരു മസാല ഉണ്ടാക്കിയിട്ട് 2 മുട്ടയും അതിന് പാകത്തിനുള്ള മൈദപ്പൊടിയും കുറച്ച് വിനാഗിരിയും അതേപോലെ തന്നെ സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പും അതേപോലെ കുറച്ച് ഓയിലും ചേർത്തിട്ടാണ്, കുറച്ച് പാലും ചേർക്കണം കേട്ടോ. അങ്ങനെ ഒക്കെ കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.